കർത്താവേ, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും കാത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ സ്നേഹിപ്പാൻ, ആ ദൈവത്തോട് പറ്റിച്ചേരുവാൻ എല്ലാ വായികളും തുറന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ കടന്നുപോയ യാത്രകളിലെല്ലാം ഒരാഴ്ച കൊണ്ട് ദൈവം കാത്തു. നമ്മൾ കേട്ട സാക്ഷ്യത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച് നമ്മളെല്ലാം പോയ പാതകളിലൂടെ വരാമായിരുന്ന വിപത്തുകളിൽ നമ്മെ വിടുവിച്ചു. ആ ദൈവത്തിന് നന്ദി പറയുവാൻ അധരം തുറന്നു. ആ ദൈവത്തിന് നന്ദി പറയാൻ എത്ര തയ്യാറാണ്? അധരം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചല്ലോ. കർത്താവിന്റെ വലിയ കൃപ പകർന്നല്ലോ. തലമുറകൾ യാത്ര ചെയ്തിടത്തെല്ലാം ദൈവം സൂക്ഷിച്ചല്ലോ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാലങ്ങളിൽ ദൈവത്തിന്റെ കൃപ കൂടിയിരുന്നല്ലോ. വാഹനങ്ങൾ യാത്ര ചെയ്തപ്പോൾ ദൈവം കാത്തല്ലോ. ദൈവം ചെയ്തെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. അനാദരം തുറന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം പറയാം. ആ സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഒരു മഹാവീരനെ പോലെ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവത്തിന് സ്തോത്രം പറയുവാൻ കഴിയുന്ന എല്ലാവർക്കും അനാദരം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിശുദ്ധനായ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ആ കർത്താവിന്റെ അദൃശ്യക്കാരോ ചിലർ തൊടുവാൻ ബലഹീനതയോടെ വന്നവരെ എന്റെ കർത്താവ് സൗഖ്യമാക്കുവാൻ, ഭാഗത്തോടെ വന്നവരെ ദൈവം വിടുവിക്കുവാൻ, ആശ്വാസത്തിന്റെ കരം യേശുവിനെ കൊണ്ടവരും യേശു കൊണ്ടവരും വിടുവിക്കപ്പെട്ടവർ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുവാൻ, ആത്മാവിന്റെ വലിയ പകർച്ചയ്ക്കായി ദൈവകരങ്ങളിലേക്ക് എത്തിച്ച് ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുവാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ യാതനകൾ ശ്രദ്ധ വെച്ച് കേട്ടത് കൊണ്ട് സ്തോത്രം. ഈ പകൽക്കാലം അടിയങ്ങളെ സമ്പൂർണമായി അവിടുത്തെ കരങ്ങളിലേൽപ്പിക്കും. അങ്ങ് സംസാരിക്കണമെന്ന് ഞങ്ങൾ കേൾക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. സ്ഥാനങ്ങളിൽ ഇരിക്കാം. സുവിശേഷം 12-ാം അധ്യായം 29-ാമത് വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കും. അതിന് യേശു, എല്ലാത്തിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലിനെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഈ ലോകത്തിൽ അനേക കർത്താക്കന്മാരുണ്ടെങ്കിലും ഇന്നും ജീവിക്കുന്ന കർത്താവ് യേശു മാത്രമാണ്. യേശു മാത്രമാണ് ജീവിക്കുന്ന ദൈവം. നമ്മൾ കേട്ട സാക്ഷ്യത്തിലൂടെ കേട്ടു, ഈ ലോകത്തിൽ ദൈവങ്ങൾ എന്ന് പറഞ്ഞ പലർക്കും സഹായിക്കാൻ കഴിയാതെ പോയപ്പോൾ യേശു ജീവിക്കുന്നത് കൊണ്ടാണ് ജീവിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ ഒരു ഉറപ്പാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. യേശു കർത്താവ് പറയുവാൻ മുഖാന്തരം അധ്യായം ആരംഭം മുതൽ വായിക്കുമ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു, ഒരു മനുഷ്യൻ വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളില്ലാതെ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സഹോദരൻ ആ സഹോദരി വിവാഹം കഴിച്ചു, അവന് കുഞ്ഞുങ്ങളില്ലാതെ മരിച്ചുപോയി. 7 പേരും കുഞ്ഞുങ്ങളില്ലാതെ മരിച്ചുപോയി. യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, അതെ, സ്വർഗത്തിൽ പോകുമ്പോൾ ഈ മനുഷ്യൻ ആരാണ് ഭാര്യയായിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. യേശു കർത്താവ് അതിന് പറയുന്ന മറുപടി 23-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. പുനരുത്ഥാനത്തിൽ അവർ ഏതൊരു ഭാര്യയാകും, 7 പേർക്കും ഭാര്യ ആയിരുന്നുവല്ലോ. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. ഇവിടെ കർത്താവ് പറയുന്നു, ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി അല്ല സ്വർഗത്തിലെ വ്യവസ്ഥിതി. ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളല്ല ദൈവം സ്വർഗത്തിലെ സാഹചര്യങ്ങൾ. ഈ ലോകത്തിലെ നിയമങ്ങളല്ല സ്വർഗത്തിലെ നിയമങ്ങൾ. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്മ കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. അടുത്ത വാക്യം, മരിച്ചവരിൽ നിന്ന്
മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ. കരങ്ങൾ ഉയർന്ന ദൈവത്തിന് സ്തോത്രം പറയാം. ഈ ലോകത്തിലാണ് വിവാഹം കഴിക്കുക, കുഞ്ഞുങ്ങൾ ജനിക്കുക, കുടുംബജീവിതങ്ങള്, എല്ലാ സാഹചര്യങ്ങളും ഈ ലോകത്തിലാണുള്ളത്. പക്ഷേ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി ദൈവത്തിന്റെ ദൂതന്മാരെ പോലെയാണ്. അപ്പൊ സ്വർഗത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നില്ല എന്ന് യേശു പറയുന്നു. അടുത്ത വാക്യം. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർന്ന ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? യേശു കർത്താവ് പരീക്ഷന്മാരോട് ശാസ്ത്രിമാരോടും പറയുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്നാണ് മോശയോട് പറഞ്ഞത്. അപ്പൊ അതുവരെയും ഉള്ള സകലതും വിട്ടിട്ട് ദൈവം ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അടുത്ത വാക്യം. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. ജീവനുള്ള ദൈവമല്ല. കരുണയുള്ള ദൈവത്തിന് സ്തോത്രം പറയാം. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവം ഏക കർത്താവാണ്. അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്. ജീവനുള്ളവരുടെ ദൈവം, ജീവിച്ചിരിക്കുന്ന ദൈവം. മരിച്ച ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. നാം വിളിച്ചാൽ കേൾക്കുന്ന, വിളിച്ചാൽ മറുപടി വരുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ആരെങ്കിലും ഭാരത്തോടെ, ഹൃദയനുറുക്കത്തോടെ ഈ ദൈവത്തോട് നിലവിളിച്ചാൽ എന്റെ ദൈവം വിളി കേൾക്കുന്നവ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. ദൈവത്തെ സേവിക്കുന്നവരെ, സേവിക്കാത്തവരെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. നമ്മൾ സാക്ഷ്യത്തിൽ കേട്ട ജോസ്, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഞങ്ങൾ പോയി ചില ദിവസങ്ങൾ പാർത്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഒരു ദിവസം ഭവനത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസ്ഥ ഞാൻ കണ്ടത്. ശരീരമാസകലം വെന്ത് വെളുത്ത പാടുകളാണ്. മുഖത്ത് മാത്രം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുഖം വലിയ വികൃതമല്ല. ശരീരം മുഴുവനും, ഈ കഴുത്ത് മുതൽ താഴേക്ക് മുഴുവനും കറുത്ത പാടുകൾ, വെന്ത് ആ വലിയ വ്രണമെന്ന് അത് സൗഖ്യമാകുമ്പോൾ ഉണ്ടാകുന്ന തഴമ്പുകൾ പോലെ ശരീരമാസകലം കണ്ടാൽ ഭയം തോന്നുന്നു. ഇപ്പോഴും ആ അവസ്ഥയിലാണ്. ആ അവസ്ഥയിലും കർത്താവിനെ ഉയർത്തുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അല്പമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ, അല്ലെ, ആ മഴമാനത്ത് കർത്താൻ സഭായോഗം മുടക്കുന്ന വിശ്വാസികൾ സാക്ഷ്യം കേൾക്കേണ്ടതാണ്. ഈ തീച്ചൂടെ അനുഭവത്തിൽ കടന്നുപോയിട്ടും കർത്താവിനെ ഉയർത്തുവാനുള്ള തീഷ്ണതയ്ക്ക് ഇന്ന് ഒട്ടും കുറവ് വന്നു പോയിട്ടില്ല. അപ്പൊ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം അതിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവിന് ലോകത്ത് നിന്ന് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജീവനുള്ള ദൈവമായ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ കർത്താവ് ഇവിടെ പറയുന്നു, അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ എന്ന് ആ കർത്താവ് പറയുന്നു. അപ്പൊ ജീവനുള്ള ഒരു ദൈവം ഉള്ളപ്പോഴും ജീവനില്ലാത്തതിന്റെ പുറകെ പോകുന്ന ലോകമാണ് നമ്മുടെ നടുവിലുള്ളത്. അപ്പൊ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന പലരും ഈ ജീവനുള്ള ദൈവത്തെക്കാൾ അധികം മറ്റേതിന്റെയൊക്കെ പുറകെ പോകുന്ന ചരിത്രമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ദൈവനാമം ദുഷിക്കപ്പെടുന്നത്. അടുത്ത വാക്യം, 28-ാം വാക്യം. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാത്തിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവരോട് ചോദിച്ചു. അതിന് യേശു, എല്ലാത്തിലും മുഖ്യ കൽപ്പനയോ, എല്ലാത്തിനും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ കർത്താവായ ദൈവമായ കർത്താവ്
ഏക കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ള ദൈവമാണ്. ഈ ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. മനുഷ്യരെ ആരെയും അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. മനുഷ്യരൊക്കെയും ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ നമ്മൾ വിട്ടുമാറിപ്പോകുന്നവരാണ്. ഈ ഒരു 10 വർഷം എല്ലാ നന്മകളും ചെയ്തിട്ട് ഒരു കാര്യം ചെയ്ത് തെറ്റുപറ്റിയാൽ ഈ 10 വർഷം അനുഭവിച്ച നന്മയും മറക്കുന്നതാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനെ നമ്മൾ ആശ്രയിക്കരുത്, മനുഷ്യനെ വിശ്വസിച്ച് പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പൊ ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ ദൈവത്തെ അങ്ങനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുന്നു. ഈ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയാതെ ഏതെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതെല്ലാം വിട്ടിട്ട് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണം. എന്റെ കർത്താവ് ഈ ലോകത്തിൽ കൊണ്ട് തീരുന്ന കർത്താവല്ല, നമ്മെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് ഈ യേശുവാണെങ്കിൽ ലോകത്തിന് നമ്മെ തൊടാൻ കഴിയില്ല. ആ ദൈവത്തിന്റെ കർത്തൃത്വം കീഴിലുള്ളതിനെ ലോകത്ത് തൊടാൻ കഴിയില്ല, പിശാചിന് തൊടാൻ കഴിയില്ല. ഇന്നും പിശാചോ ലോകമോ മനുഷ്യരോ നിങ്ങളെ ഉപദ്രവിക്കുന്നുവെങ്കിൽ നീ ഉറക്കെ പറ, എന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം അറിയാതെ എന്റെ തൊടുവറ ഉലകത്തിലെ ഒരു ശക്തികൾക്കും സാധ്യമല്ല. ശക്തികളെ തകർക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. ആ വിചാരത്തിൽ തകർക്കാൻ കഴിയില്ല. ആ വിചാരത്തെ തകർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്റെ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, രക്ഷകന്റെ ഇസ്രായേലിനോട് ഫലിക്കയില്ല. ഈ ദൈവത്തെ നീ പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ചാൽ കർത്താവ് പറയുന്നു, ഈ ദൈവത്തെ നീ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. ഹൃദയം തുറന്ന് സ്നേഹിപ്പാൻ ഏറ്റവും വിശ്വസ്തനായ ഒരു കർത്താവ് നമുക്കുണ്ട്. യേശുവാണോ എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്? അവൻ ലോകമാണോ എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്? അതല്ല പിശാചാണോ എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്? ദൈവമാണ് എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്റെ ഏക കർത്താവ് യേശുവാണെന്ന് ഉറപ്പുള്ള ഒരു ദൈവ പൈതലിന് പൂർണ്ണ മനസ്സോടെ ഈ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം. ജീവിതത്തിന്റെ ഏത് മേഖലയിലും നമ്മെ ഒറ്റിക്കൊടുക്കാത്ത കർത്താവ്, ഒറ്റപ്പെടുത്താത്ത കർത്താവ്, വിട്ടുകളയാത്ത കർത്താവ്, ഉപേക്ഷിക്കാത്ത കർത്താവ്, ആ കർത്താവിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ അതുപോലെ ഈ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ഈ കർത്താവിനെ സ്നേഹിക്കണം. നമ്മുടെ പൂർണ്ണതയോടെ, എല്ലാത്തിനും ഒരു പൂർണ്ണത ദൈവത്തെ സ്നേഹിക്കുന്നതിലുണ്ടാകണം. അടുത്ത് പറയുന്നത് പൂർണ്ണ ശക്തിയോടെ. എത്രമാത്രം ശക്തിയോടെ നമുക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നു?
എത്രമാത്രം ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നു? നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ബലഹീനതയോടെയാണ് ദൈവത്തിന് വരുന്നോ, ശക്തമായി കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങൾ രോഗിയായിട്ട് മടങ്ങി പോകാൻ അനുവദിക്കും. അപ്പൊ കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം. ലോകത്തിന്റെ കാര്യങ്ങൾ പറയാൻ നമുക്ക് വളരെ വാചാലമായി സംസാരിക്കുന്ന പലരുണ്ട്. പക്ഷെ ദൈവസനി വരുമ്പോ അതരം തുറക്കില്ല. ഇതൊന്നും ഇന്ന് പകരം മാറണം. ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാൻ കഴിയണം. പാട്ട് പാടുന്നവരെ നോക്കണ്ട, ഇൻസ്ട്രുമെന്റ്സിന് നോക്കണ്ട, മറ്റൊന്നും നോക്കണ്ട. എനിക്കെന്റെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള വാഞ്ച അകത്തുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചന്തമായും ഉചിതമായും ആയിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നമ്മുടെ ആരാധന സ്വർഗത്തിൽ അംഗീകരിക്കുന്ന ആരാധനയായിരിക്കണം, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന്. അപ്പൊ ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ലോകത്തിന്റെ പല കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. ഇവിടെ പാട്ട് പാടുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ലോക കാഴ്ചകൾ കാണുകയല്ല നമ്മുടെ ആവശ്യം. പിന്നെയോ ഒരാഴ്ച വട്ടം ജീവനോടെ എന്നെ കാത്ത ദൈവത്തിന് നന്ദി പറയുകയാണ് ആവശ്യം. നന്ദിയോട് സ്തോത്രം പറയുകയാണ് ആവശ്യമായിരിക്കുന്നത്. അപ്പൊ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഈ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. അപ്പൊ മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം നമുക്ക് തൊട്ടറിയാൻ കഴിയണം. ഞാൻ മുട്ടുമടക്കുമ്പോൾ എന്റെ അപ്പൻ എന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ആ ഒരു അറിവാണ് നമ്മെ ഏകാഗ്രതയോടെ പ്രാർത്ഥിപ്പാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ആത്മീക ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. ശരീരം പറയും നീ ഉറങ്ങിക്കോ, നിനക്ക് ക്ഷീണമുണ്ട്, ബലഹീനതയുണ്ടെന്നൊക്കെ. പക്ഷേ അതിനെ അതിജീവിപ്പാൻ കഴിയുന്ന ഒരു ദൈവശക്തി ദൈവം നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കും. കർത്താവ് പൗലോസിനോട് പറഞ്ഞത് ഇന്നലെ രാത്രി ദൈവം പ്രസംഗിച്ച മരണത് ഓർപ്പിച്ചു. എന്റെ കൃപ നിനക്കു മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. എവിടെയാണോ ബലഹീനതയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സമ്മതിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നുവോ അവിടെ ബലം പകരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. കർത്താവിന്റെ ഒരു പ്രത്യേകത വെറുതെ ഇരിക്കുന്ന എന്നെ പിടിച്ചടക്കി എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമല്ല. എനിക്ക് ആവശ്യമുള്ള ഞാൻ ദൈവത്തോട് ചോദിക്കണം. നമ്മളൊരു ഗവൺമെന്റ് ആശുപത്രി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ അടുത്ത് എന്ന് മിണ്ടാതിരിക്കുകയാണ്. ഡോക്ടർ ചോദിക്കുകയാണ് എവിടെയാണ് വേദന എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്ന ഡോക്ടർ എന്ന് പറയും, ഡോക്ടർ പാരസെറ്റമോൾ ഗുളിക എഴുതി കൊടുത്തിട്ട് എണീക്കാൻ പറയും. വന്നത് കൊണ്ട് വേണമെങ്കിൽ അല്പം ഒരു കുപ്പി കോയിൻ അവിടെ വന്നത്. ഇത് പോയിട്ട് രോഗം മാറുമോ? ഇല്ല. ദൈവസ്ഥിതി വരുമ്പോ ആദരത്തോട് ദൈവത്തോട് പറയാൻ കഴിയും. ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് ആദരം തുറന്ന് ദൈവത്തോട് നിലവിളിക്കണം. ആദരം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം ഒരാഴ്ച വേണ്ട നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ അത് നമുക്ക് കഴിയണം. അത് ആരും നിർബന്ധിച്ചിട്ടാകരുത്. ആ ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകുമ്പോൾ വചനം പറയുന്നു പൂർണ്ണ മനസ്സോടെ ഈ കർത്താവിനെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ഈ ദൈവത്തെ സ്നേഹിക്കണം, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണം. അതേ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ 31-ാം വാക്യം. പൂർണ്ണ ശക്തിയോട് കൂടി സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറയുന്നു ഇതിനേക്കാൾ വലിയ കൽപ്പനയൊന്നും പറയാനായിട്ട് ഇല്ല.
പൂർണ്ണതയോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് അതുപോലെ കൂട്ടുകാരനെ സ്നേഹിപ്പാൻ കഴിയും, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം നമ്മെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സഹോദരനോട് വിദ്വേഷമുള്ളവന് അയൽക്കാരെ സ്നേഹിപ്പാൻ കഴിയാത്തവർക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? കർത്താവ് പറയുന്നു, സ്വന്തം സഹോദരനെ, കാണുന്ന സഹോദരനെ സ്നേഹിപ്പാൻ കഴിയാത്ത നിനക്കെങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയും? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്ന് ലോകം അറിയുന്നു. നാം ലോകത്തിലെ നമ്മുടെ സമശിഷ്ടങ്ങളെ സ്നേഹിക്കുമ്പോഴാണ്. സമശിഷ്ടങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരുടെ ആരാധനയെ പോലെ ആരാധിക്കണമെന്നല്ല, അവർ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കണമെന്നല്ല, പിന്നെയോ അവരെ സ്നേഹിപ്പാൻ കഴിയണം. യേശു കർത്താവ് പാപികളെ സ്നേഹിപ്പാനാണ് ലോകത്തിലേക്ക് വന്നത്. നമ്മൾ കേട്ടില്ലേ, അതെ, മദ്യം വാറ്റുകയും വിൽക്കുകയും ചെയ്യുന്ന മനുഷ്യനെ ദൈവം സ്നേഹിച്ചെങ്കിൽ നമ്മെ സ്നേഹിപ്പാൻ യേശു ഇറങ്ങി വരും. നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല നമ്മെ വിളിച്ചത്. ഒരു യോഗ്യതയും നമുക്ക് പറയാനില്ല. ദൈവം നമ്മെ സ്നേഹിച്ചതിന് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ എന്റെ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കയാ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ ഇടയായി തീർന്നു. എന്റെ യോഗ്യത കൊണ്ടല്ല, ഞാൻ കുറവുള്ളവനായിരിക്കുമ്പോൾ, ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ കർത്താവ് അത് അറിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. പക്ഷെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് മുഴുവനും കഴിഞ്ഞുപോയി. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവം കഷ്ടതയുണ്ട്, ശോധനയുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഇതൊക്കെ നോക്കിയാൽ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയില്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ എത്ര പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത ചില വിഷയങ്ങളില്ലേ. കർത്താവിനോട് പറഞ്ഞത്, മോശയോട് ഞാൻ 40 വർഷം സ്ഥിരമായി സംസാരിച്ചിട്ടും അവനെ വിക്കുമാറ്റിയില്ല. വിക്കുമാറ്റിയാൽ മോശയെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാ മോശയുടെ വിക്ക് മാറ്റാത്തത്. നമ്മളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മളെ ദൈവം അനുഗ്രഹിച്ചാൽ നമ്മൾ ദൈവസന്നിധിയിൽ എത്തുകയില്ല എന്ന് വിചാരിച്ചിട്ട ഈ ഒരു ഞെരുക്കവും പ്രയാസവും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭാരപ്പെടരുത്. അവിടെയും ദൈവത്തിന് മഹത്വം കൊടുക്കുക. നാം തയ്യാറാകുമ്പോൾ എന്നും കഷ്ടതയില്ല, എന്നും വേദനയില്ല. ഇതിനെല്ലാം ഒരു തിരശ്ശീല വീഴുന്ന ദിവസമുണ്ട്. പൂർണ്ണതയോടെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളോടാണ് അധിക സ്നേഹം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണ്ട എന്നല്ല, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വിവാഹ ഫംഗ്ഷൻ പോകുമ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞത്, ഒരു പെൺകുട്ടിയെ ഒരു യൗവനക്കാരൻ വിവാഹത്തിന് വേണ്ടി അത് കാണാൻ പോയി. ആ പുരുഷൻ ആ സ്ത്രീയോട് പറഞ്ഞത്, 2ാം സ്ഥാനമേ ഞാൻ നിനക്ക് തരികയുള്ളൂ, സമ്മതമാണോ എങ്കിൽ എന്നെ വിവാഹം കഴിക്കാം. ആ സ്ത്രീ പെൺകുട്ടിയും പറഞ്ഞു, എന്റെ ജീവിതത്തിൽ 2ാം സ്ഥാനമേ നിങ്ങൾക്ക് തരികയുള്ളൂ, അത് സമ്മതമാണെങ്കിൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കും. എത്ര പേര് കേട്ടു? പലരും ഉണ്ടായിരുന്നു അവിടെ ആ കല്യാണത്തിൽ. നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മറ്റുള്ള കുശലം പറയുന്നതിനുമാണ്. ഞാനൊരു അല്പസമയം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദൈവദാസൻ പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ അവർ രണ്ടുപേരും തീരുമാനം, 1ാം സ്ഥാനം ദൈവത്തിന്, 2ാം സ്ഥാനം ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണ്. അങ്ങനെ തീരുമാനമെടുത്ത് കല്യാണത്തിന് ആലോചിക്കാൻ പോയപ്പോ തന്റെ ഭാര്യയോട് പറഞ്ഞത്, തന്റെ മാമന്റെ മകളാണ് എങ്കിലും പറഞ്ഞത്, എനിക്ക് 1ാം സ്ഥാനം സുവിശേഷ വേലയാണ്, താല്പര്യമാണെങ്കിൽ കല്യാണത്തിൽ ചെയ്യും. അങ്ങനെയാണ് അവർ കല്യാണത്തിൽ ചെയ്തത്. അപ്പൊ അദ്ദേഹം മരിക്കുന്നത് വരെയും അക്കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. അപ്പൊ അത് 1ാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത ഭാര്യയും ഭർത്താവുമാണ് ഡോക്ടർ ബില്ലി ഗ്രാഹവും ഭാര്യയും. ലോകം അറിയപ്പെടുന്ന നിലയിൽ അതിന് തുല്യമായി വയ്ക്കുവാൻ ഉലകത്തിൽ ആരും ഇന്നും ആയിട്ടില്ല. ഒരുപാട് ഭക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിലും ഡോക്ടർ ബില്ലി ഗ്രാഹത്തിന്റെയും ഭാര്യയുടെയും തീരുമാനം, 1ാം സ്ഥാനം ദൈവത്തിന്, 2ാം സ്ഥാനം ഭാര്യയ്ക്ക്. 1ാം സ്ഥാനം ദൈവത്തിന്, 2ാം സ്ഥാനം ഭർത്താവിന്.
ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പഠിപ്പിക്കുന്ന സത്യം അതാണ്. നീ ദൈവത്തെ സ്നേഹിക്കുന്നത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ആ ദൈവത്തെ സ്നേഹിപ്പാൻ തയ്യാറായാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അല്ലെ, ഒരു മനുഷ്യന്റെ ശരീരം പൊള്ളലേറ്റ് 3 ദിവസം ചികിത്സ കിട്ടാതെ മാറ്റിയിട്ടാൽ, തന്റെ ശരീരത്തിൽ വെന്ത് ചേർന്ന ആ വസ്ത്രം പോലും കട്ട് ചെയ്ത് മാറ്റാതെ ഇട്ടിരുന്നാൽ ശരീരം മുഴുവനും പഴുത്ത് നാറുന്ന മനുഷ്യനെ വിടുവിക്കുവാൻ എന്റെ കർത്താവ് ഇറങ്ങി വന്നെങ്കിലേ കഴിയും. ഹല്ലേലൂയ. ആ സഹോദരനോട് പറഞ്ഞ ആ സാക്ഷ്യം, ഞാൻ ആശുപത്രിയിൽ ഇങ്ങനെ മാറിക്കിടക്കുമ്പോൾ അത് ആ പപ്പയൊക്കെ മമ്മയൊക്കെ വന്നു കഴിഞ്ഞ് അടുത്ത ദിവസം കർത്താവ് ഇറങ്ങി വന്ന് ഞാൻ തൊട്ടു സൗഖ്യമാക്കി. ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ഏതവസ്ഥയിലും ലോകം പകച്ചു നിൽക്കുമ്പോഴും ലോകം അറച്ചു നിൽക്കുമ്പോഴും എന്റെ കർത്താവ് നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിനോട് ദൈവം കൊടുക്കുന്ന കൽപ്പനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വായിക്കാം വേഗം. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുക. എന്താണ് നിന്റെ ഹൃദയത്തിൽ ഇരിക്കേണ്ടുന്ന കൽപ്പന? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതാണ് നിന്റെ മക്കളോട് ഉപദേശിച്ചു കൊടുക്കുവാൻ. എന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് പൂർണ്ണമായ സ്ഥാനമുണ്ടോ? എന്റെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ എന്റെ കർത്താവിന് പൂർണ്ണമായി കഴിയുന്നുവോ? പൂർണ്ണ മനസ്സോടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ എന്റെ മനസ്സിന്റെ കൺട്രോൾ മുഴുവനും സ്വർഗത്തിലെ അപ്പനാണ്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവപൈതലിനെ കുറിച്ച് ദൈവത്തിന് വളരെ ഉത്തരവാദിത്വമുണ്ട്. അതെ, 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം വായിക്കുമ്പോൾ, 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാമത് വാക്യം, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവം ഏക ദൈവം, അക്ഷയനായ ദൈവം, ക്ഷയിച്ചു പോകാത്ത ദൈവം, നിത്യമായ രാജാവാണവൻ. രാജാതി രാജാവായ കർത്താവ്, അക്ഷയനായ ഈ ഏക ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് അദൃശ്യനായ ദൈവമാണ് നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്നുവെങ്കിലും നമ്മോടൊപ്പമുള്ള കർത്താവ്. ആ കർത്താവിനെ നമ്മൾ ഉള്ളതുപോലെ അനുഭവിച്ച് അറിയുവാൻ ഇടയായി തീരും. യാക്കോബിന്റെ ലേഖനം 4:12 പറയുന്നു, അവൻ ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയുമായ ഏക കർത്താവാണ്. ന്യായപ്രമാണം നൽകുവാൻ മുഖാന്തരമായ ഏക കർത്താവാണ്. അത് യാക്കോബിന്റെ ലേഖനം 2:19 പറയുന്നു, ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുവോ അത് പിശാച് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഈ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ നമുക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയുമോ? മത്തായി സുവിശേഷം 19-ാം അധ്യായം 17-ാമത് വാക്യം വായിക്കണം. ഞാൻ പറഞ്ഞു വിടാം, സമയം നമ്മൾ മുമ്പിലില്ലാത്തത് കൊണ്ട്. നിത്യജീവനിൽ കടക്കുവാൻ, ദൈവകൽപ്പന അനുസരിക്കുവാൻ യേശു കർത്താവ് ഉപദേശിക്കുകയാണ്. നിത്യജീവനിലേക്ക് കടക്കണമോ? കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഇടയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാമത് വാക്യം വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. കർത്താവിനെ അറിയുവാൻ, ആ കർത്താവിനെ ഉള്ളതുപോലെ അറിഞ്ഞാൽ, ആ കർത്താവ് മനസ്സിലുള്ളവനാണ്, താഴ്മയുള്ളവനാണ്, വിനയമുള്ളവനാണ്, കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്. ആ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ 34-ാം സങ്കീർത്തനക്കാരൻ പറയുന്ന, യഹോവ
നല്ലവനെന്നു രുചിച്ചറിവി അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും അത് ജയത്തോടെ നടത്തുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, കർത്താവ് ഏകൻ തന്നെ. എല്ലാത്തിനും മുഖ്യമായ കൽപ്പനയോ ഇസ്രായേലെ കേൾക്കാൻ, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകത്തിൽ അനേക കർത്താക്കന്മാരുള്ളപ്പോൾ യേശു ഏക കർത്താവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം, കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം നമ്മുടെ മേൽ നീട്ടപ്പെടുക. എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? യേശോപ്പ, അങ്ങേ ഞാൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാം. കർത്താവിനെ ഉള്ളതുപോലെ സ്നേഹിപ്പാൻ, ഹൃദയം തുറന്ന് കർത്താവിനെ സ്നേഹിപ്പാൻ. കഴിഞ്ഞ നാളുകളില് മനുഷ്യരെ ഹൃദയം തുറന്ന് സ്നേഹിച്ചവരൊക്കെ നിങ്ങൾക്ക് പ്രതികൂലമുണ്ടാക്കി കടന്നുപോയില്ലേ? ഇല്ല, ഇന്ന് പകല് ഈ യേശുവപ്പനെ സ്നേഹിപ്പാൻ എത്ര പേർ തയ്യാറാകുന്നു? നമ്മുടെ ഹൃദയത്തെ യേശുവിനായി ഒന്ന് വിട്ടുകൊടുക്കാമോ? വെളിപ്പാട് 3:20 പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട്, അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്ന്. കർത്താവ് നമ്മോട് ചേർന്ന് അത്താഴം കഴിക്കുവാൻ, കർത്താവ് നമ്മോട് ചേർന്ന് കൂട്ടായ്മ ആചരിക്കുവാൻ. ഓ ഹല്ലേലൂയ! ഇന്ന് പകൽക്കാലം കർത്താവ് മോശെ മുഖാന്തരം കൽപ്പിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണാത്മാവോട് സ്നേഹിക്കണം. ഇത് നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നിന്റെ മക്കളോട് അത് ഉപദേശിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മക്കളോട് നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്? ഈ ദൈവത്തെ ഞാൻ അറിഞ്ഞു, ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. മകനെ, മകളെ, ഈ ദൈവത്തെ നീയും സ്നേഹിച്ചാൽ നിന്നെയും നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ള ദൈവമാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവത്തെ സേവിക്കുന്നവരെയും സേവിക്കാത്തവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറകളിൽ ഉപദേശിക്കുക. ഓർമ്മന്റെ പഠിത്ത കാര്യത്തില, ഉപജനമാർഗത്തിന്റെ മേഖലകളില്ല, ഭാഗ്യങ്ങളില്ല, കൂടെ ഇരിക്കുന്ന ദൈവ, നിന്റെ യാത്രയിൽ കൂടെ ഇരിക്കുന്ന ദൈവ, തൊഴിൽ മേഖലകളിൽ കൂടെ ഇരിക്കുന്ന ദൈവ, സമസ്ത മേഖലകളിലോ നിന്നെ ജയത്തോടെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ അത്രേ നാം സേവിക്കുന്നത്. ആ ദൈവത്തെ സേവിക്കാം. ഹൃദയങ്ങളെ തുറക്കാം, അതരങ്ങളെ തുറക്കാം. Hallelujah.
അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ള ദൈവമാണ്. ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞവൻ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമുക്കായി ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിച്ച നമ്മുടെ ഭാരങ്ങളെ മാറ്റുന്ന, വേദനകളെ മാറ്റുന്ന, നിരാശകളെ മാറ്റുന്ന, രോഗബന്ധനങ്ങളെ അഴിക്കുന്ന ഏക കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിന്റെ സന്നിധിപൂർണമായി സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവചനങ്ങൾക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന സന്ദേശത്തിനായി സ്തോത്രം. പാട്ടുകൾ പാടുവാനും ദൈവത്തെ ആരാധിപ്പാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. കടന്നോരോരുത്തരുടെ മേലും ദൈവ കൃപ പകരണം. മടക്കയാത്രകൾ കൂടിയിരിക്കണം. വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കണം. സന്തോഷത്തോടെ വിനയം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണം. സ്വഭവനങ്ങൾ പോയി ഇന്ന് രാത്രി സ്വസ്ഥമായി വിശ്രമിച്ച് സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സഹായിക്കണം. വൈകിട്ടുള്ള കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണം. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. കടന്നു വരാൻ കഴിയാതെ ബലഹീനയിലായിരിക്കും. കർത്താവേ, സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ വചനം അയച്ചവരെ വിടുവിച്ച് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ സൂക്ഷിക്കണം. സകല മഹത്വവും തിരുമേനി തരും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ കേളും പരിശുദ്ധ പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിക്കും. നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നാം എടുത്ത തീരുമാനത്തോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണം.